നമ്മൾ വണ്ടി അങ്ങനെ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൈനയിലുള്ള ഒരു സർവീസ് സ്റ്റേഷനിൽ വന്നതാണ്. ഇവർക്ക് നമ്മൾ ഇതെല്ലാം എടുത്തു കൊടുക്കണം. അതായത് ഫിൽറ്റർ കഴിഞ്ഞ 3 കൊല്ലമായി നമ്മൾ ഈ ഓള് പുറത്താണ്, ലോകം ഫുള്ളും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫിഫ കഴിഞ്ഞിട്ട് ഈ ഒരു ട്രിപ്പായി. ഇതന്നെ ഏകദേശം 15 മാസമായ. അപ്പോൾ ഞാൻ എല്ലാ പാർട്സും എൻ്റെ വണ്ടിൻ്റെ ഉള്ളിൽ ഏകദേശം ഒരു 3 കൊല്ലമായിട്ട് 1 ലക്ഷം റുപ്യേൻ്റെ പാർട്സ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഈ കാണുന്ന സാധനത്തിൻ്റെ ഉള്ളിലാണ് എടുത്തു വെച്ചിട്ടുള്ളത്. നമ്മൾ ഈ ബെഡാണല്ലോ ഉള്ളത്, ബെഡിൻ്റെ ഉള്ളിലാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇതാണ് നമ്മളെ ഓയിൽ ഫിൽറ്റർ. അപ്പം ഓൾറെഡി ബ്രേക്ക് പാഡെല്ലാം നമ്മൾ മാറ്റിക്കഴിഞ്ഞു. ബ്രേക്ക് പാഡെല്ലാം നമ്മൾ കസാക്കിസ്ഥാനിൽ നിന്ന് മാറ്റി. കസാക്കിസ്ഥാൻ കഴിഞ്ഞിട്ട് ഏകദേശം 14,000 കിലോമീറ്റർ ഓടിയിട്ടാണ് വണ്ടി. സാധാരണ 8,000 വെച്ച് മാറ്റുന്നത്. ഇപ്രാവശ്യം ഭയങ്കര ലേറ്റായി. മംഗോളിൽ നിന്ന് എവിടെയും സ്ഥലം കിട്ടിയില്ല ഒന്നും ചേഞ്ച് ചെയ്യാൻ. അപ്പോൾ ഈ ഫിൽറ്റർ ആണ് നമ്മളെപ്പോഴും ഉപയോഗിക്കൽ. ഇതിങ്ങനെ മാറ്റി മാറ്റി ഉപയോഗിക്കലാണ്. അപ്പോൾ ഏകദേശം 8,000 വരുമ്പോൾ നമ്മൾ മാറും. ഇത് ഇന്നത്തേക്ക് വണ്ടി 80,000 കിലോമീറ്റർ ഓടി. ആ 80,000 ഞാനൊരു 10 പ്രാവശ്യം എല്ലാം 8 വെച്ചിട്ട് 10 പ്രാവശ്യം നമ്മൾ വണ്ടി സർവീസ് ചെയ്തു. ഇപ്പോൾ ഇത് നമ്മൾ ചൈനയിൽ നിന്നാണ് സർവീസ് ചെയ്യുന്നത്. ഇവർക്ക് ഈ ഫിൽറ്റർ കൊടുക്കണം. അതിൻ്റെ ഉള്ളിൽ ഓയിലെല്ലാം ഫുള്ള് ഓൾമോസ്റ്റ് തീർന്ന് വറ്റീന്. അപ്പോൾ ഇനിയിപ്പം കുറേ നമ്മൾ അങ്ങനെയൊക്കെ എഞ്ചിന് വേഗം കേടുവരും. നമുക്ക് ബാക്കി കാര്യങ്ങളൊന്ന് ചെയ്യാൻ പോവാം. അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഒരു ക്യാമറ ഇവിടെ പിടിച്ചിട്ടുണ്ട്, യൂട്യൂബ് വീഡിയോസിന് വേണ്ടിയിട്ടാണ്, വേറൊന്നുമല്ല. ഓക്കെ, അപ്പോൾ ഇവർ എന്താണ് ഇവിടെ പണി നോക്കട്ടെ. ഇവർ സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എടാ ആടിയൊന്നല്ലടാ, ഇവിടെയാ. ദിസ് യുനോ ഇൻസൈഡ് ദിസ് വേ. ഇവർക്ക് സംഭവം തിരിയുന്നില്ല. ഇന്ത്യൻ വണ്ടി ഇവർ ആദ്യമായിട്ടാണ് ചൈനക്കാർ സർവീസ് ചെയ്യുന്നത്. ഇവർ പൊക്കണം, പൊക്കിയാലേ മനസ്സിലാവുള്ളൂ. യു ക്യാൻ അപ്പ്. ഇവരിപ്പം വണ്ടി പൊക്കേണ്ട പ്ലാനാണ്. Servicing my Mahindra Thar in China. This is our 10th service. Today we completed 80,000 kilometers. And this guy, I think they don't know anything about this Indian car. They are trying how to change the oil because Indian car is also very expensive. I think he's finding some. Brother, you can up. Okay. നമ്മളെ വീഡിയോ കാണുന്ന കുറച്ച് ഇംഗ്ലീഷുകാരും കുറച്ച് ഹിന്ദിക്കാരിലുണ്ട് കേട്ടോ. അവർക്ക് കൂടി മനസ്സിലാവേണ്ടത് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷ് പറയുന്നത്. ഇംഗ്ലീഷ് ശരിയാണോ തെറ്റാണോ അറിഞ്ഞില്ല, നമ്മൾ പറയലുണ്ട് അത്രയല്ല. എനിക്ക് ഇതാണ് ഇവിടെ മാർക്കിടാൻ പോകുന്നത്, തെറ്റാൽ തന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇവർക്ക് എങ്ങനെയാണ് ജോലി ചെയ്യേണ്ട ആ ഒരു സമയം അവർ ഭാഗത്തുള്ളത് പൊക്കിയാൽ മാത്രം കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ 80,000 കിലോമീറ്റർ ഫിനിഷായി. സാധാരണ 8,000 വരുമ്പോൾ ഞാൻ വണ്ടി എപ്പോഴും സർവീസ് ചെയ്യുന്നത്. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് 8,000 ചെയ്യാൻ പറ്റിയില്ല. മംഗോളിയ വഴി കുറേ റഷ്യൻ്റെ കാടും കുന്നിലും കയറുമ്പോഴത്തേക്ക് ഫുള്ളും ആൾക്കാരില്ലാത്ത സ്ഥലമായി പോയി. പിന്നെ ചൈനയിൽ നിന്ന് ബീജിംഗ് വഴി ആ ഒരു വലിയ നോർത്തിൻ ഭാഗം ഇറങ്ങിയിട്ട് ഇവിടെ വന്നത്. അപ്പോൾ ഇന്നാണ് ഈ ഒരു ചെയ്യാൻ സ്ഥലം കിട്ടിയത്. അവിടെ അതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളും എടുക്കുന്നത് കഴിഞ്ഞിട്ടാണ് ബാക്കി പരിപാടിയുണ്ടാവുക. ഒരു ഹൈഡ്രോപോയിക് വെച്ചിട്ട് കുക്ക് ചെയ്യുന്നുണ്ട് കാരണം. ഓക്കെ, നീരില്ല എടാ, അത് നമ്മൾ ആ സാധനം വലിക്കുമ്പോൾ തന്നെ ഒരു തുള്ളി മാത്രം അതിൻ്റെ വേരിൽ ഒരു ഫുള്ള് തുള്ളിയാണത്. നമ്മൾ 5W30 ഇതുവരെ ഉപയോഗിച്ചത്. അപ്പോൾ ഇപ്പോഴും കൊണ്ട് 5W30 എഞ്ചിനോടാണ്. ടൊയോട്ടയാണ് ഇതുവരെ ഉപയോഗിക്കുന്നത്. കസക്കിസ്ഥാനിൽ ജപ്പാനാണ് പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ചൈനയിൽ ഏതാണ് പ്രോഡക്റ്റ് ഉള്ളത് നമുക്ക് നോക്കാം. അതിൻ്റെ അടിയിലുള്ളത് can you off the fan video problem can you off the please we can make no this off fan കാരണം ഞാൻ എൻ്റെ യൂട്യൂബിൽ ഓഫ് യെസ് good okay
നമ്മളെ ഗോപ്രോൻ്റെ ഇതിൻ്റെ ക്യാമറേൻ്റെ മൈക്ക് കണക്റ്റ് ആവുന്നില്ല, അതുകൊണ്ട് ഞാൻ മൈക്കിലാണ് യൂട്യൂബിലേക്കുള്ള വീഡിയോ എടുക്കുന്നത് കേട്ടോ. യൂട്യൂബിൽ എപ്പോഴെങ്കിലും പോസ്റ്റ് ചെയ്താലായി അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് അവർ സ്റ്റാർട്ട് ചെയ്ത സംഭവം ഇനി ഇറക്കി എടുക്കണം. ഫിൽറ്റർ ഇതൊന്ന് കട്ടായിക്കോ, മറ്റേത് ഒന്നുകൂടെ ഇനി മറ്റേ ഇൻസ്റ്റയിലേക്ക് വേണ്ടിയിട്ടുള്ള servicing my Mahindra Thar in China. This is our 10th service. Today we completed 80,000 kilometers. So last more than 1 month we drove around Russia, Mongolia and also it's a remote area. Now we have reached in China, in Guangzhou. In China I only drive around 8,000 kilometers. So I could not get the time to change my oil and also the good places. So now today I go this Guangzhou service station. And this Chinese guy changing our Indian Mahindra car. First of all, they don't know anything about it, but he found something inside, and I think the service is the same, similar to air cars, but the air cars is different. He is changing our oil. Normally, I used 5W grade 30 oil, and today also we will find. I think in Mobile is the very famous brand in China. And today we can take that. Before I used Toyota and also one Japan product. The main problem in China is languages. I don't know Chinese and he also don't know in English, and we are translating with Google, Google Translate. We are talking with them. What is it? Okay. So I will show you. Camera on the close here, and I will start here. There is no oil. Is it finished? Yes. ഇതാണ് നമ്മുടെ ഓയിലിൻ്റെ അവസ്ഥ കേട്ടോ. അപ്പോൾ അതൊക്കെ പണിയായി. Last we used around 6 liters. So it's finished now. ഇതുണ്ട് ഓയിൽ സാധാരണ മറിച്ചാൽ നല്ലോണം പുറത്തേക്ക് വരും. ഇപ്രാവശ്യം നമ്മൾ ഭയങ്കര ലേറ്റായിട്ടാണ് സർവീസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതാ കുറച്ച് മാത്രമേ ഉള്ളൂ. കാരണം എല്ലാം ഏകദേശം മാറ്റി തീരാനാകുമ്പോഴാണ് നമ്മൾ സർവീസ് ചെയ്യുന്നത്. ഓയിലിൻ്റെ കളർ തന്നെ മാറി, ബ്ലാക്ക് ആയിട്ടുണ്ട്. നമുക്ക് ഓയിൽ കണ്ടുപിടിക്കാം. വിച്ച് ബ്രാൻഡ് ഓയിൽ ഒന്ന് ട്രാൻസ്ലേറ്റ് നോക്കട്ടെടാ. എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ ഒരു മലയാളി ഉണ്ട് കേട്ടോ. ഞാൻ ഓളപ്പുര വന്നത്. ഇതൊന്ന് അടിച്ചേനി അവരോട് ചോദിച്ചു നോക്കിയാൽ. എന്നോടിപ്പോൾ നമ്മൾ ഏത് ഓയിലാണ് ഉപയോഗിക്കാമെന്ന് ചോദിക്കുക. കാരണം നമ്മൾ എപ്പോഴും ഉപയോഗിക്കൽ ടൊയോട്ടൻ്റെ 5W grade 30 ആണ്. ഇനിയിപ്പോൾ ഓക്കെ, ഇതെങ്ങനെ പറയാം നിൽക്കണ്ടേ. ബ്രദർ, വാട്ട് കൈൻഡ് ഓഫ് ഓയിൽ യു ഹാവ്? ഐ നീഡ് 5W grade 30. Bro， 你没有自带吗？你们带了这个。This is filter. I'm asking. I need 5W grade 30 oil. Okay. ഇവരോട് സംസാരിക്കുകയാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്ത് ഇത് ഓക്കെ ചോദിക്കാം. ക്യാൻ യു ഷോ മീ ദ ബ്രാൻഡ്? വിച്ച് ബ്രാൻഡ് യു ഹാവ്, മൊബൈൽ ഓർ ടൊയോട്ടോ? മൊബൈൽ ഓർ ടൊയോട്ടോ? ഓക്കെ, ഓരങ്ങനെ നമ്മൾ ഓയിൽ കാണിക്കാൻ വേണ്ടി പോകണം. നമ്മുടെ ഏതാണ് 5W grade 30 കാസ്ട്രോൾ ഉണ്ട്, UK ഉണ്ട്. ലൂക്ക് ഓയിലാണ് ഇവർ അധികം ഉപയോഗിക്കുന്നത്. ഇതാണ് ഇതിന് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം, ഞാൻ കാണിച്ചു തരാം. ബിഫോർ വി യൂസ്ഡ് ഇവിടെ എടുക്കാം. ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നില്ല കേട്ടോ. അതിൽ എന്തെല്ലാം നമ്മൾ സമയമില്ല, പിന്നെ ട്രാവൽ വീഡിയോസ് ഒരിക്കലും എഡിറ്റ് ചെയ്തിടാൻ പറ്റില്ല. ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്.
ഇതിനു മുമ്പ് നമ്മൾ ഉപയോഗിച്ചത് ടൊയോട്ടൻ്റെ ടൊയോട്ടൻ്റെ 5W ഗ്രേഡ് 30 ആണ്. പക്ഷേ ഇവിടെ ചൈനയിലെത്തിയപ്പോൾ ലൂക്ക് ഓയിലാണ്. ലൂക്ക് ഓയിൽ റഷ്യയിൽ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ജപ്പാൻ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് 5W ഗ്രേഡ് 30 ആണ്. ഇത് 1 ലിറ്ററിനാണ്. 1 ലിറ്റർ ഇത്ര പൈസ എന്നറിയില്ല. ബ്രദർ, ഹൗ മച്ച് മണി യു വാൻ Dosage. ലിറ്റർ 1 ലിറ്റർ dosage.这个130一支。 1 ലിറ്റർ ഇത്ര പൈസ ചോദിക്കാം നമുക്ക്. $130 1 ലിറ്ററിന്. ഇപ്പോൾ ഒരു 6 ലിറ്റർ വേണം. അപ്പോൾ ഏകദേശം നമ്മളൊരു 630 യുവാന് കാരണം ഏകദേശം നാട്ടിൽ 6-7 രൂപ വരും കേട്ടോ. ഇവിടെ കുറച്ച് ഓയിലിൻ്റെ പൈസ കൂടുതലാണ്. അപ്പോൾ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ നോർമലി ഐ യൂസ് ടൊയോട്ട 5W ഗ്രേഡ് 30 ആൻഡ് ഓൾസോ Japan product last time. So now we are using Luke oil. In China they only prefer Luke oil. This is also 5W grade 30. Genesis extra protection Luke oil. So we are changing our oil now. Now here 1 liter engine oil is around in the rupee 1200. So we should need around 6 liters. So it's around in the rupee 7000. ഞാൻ എൻ്റെ എല്ലാ വണ്ടി സർവീസ് ചെയ്യുമ്പോഴും ദുബായിൽ നിന്ന് എൻ്റെ വണ്ടി സർവീസ് ചെയ്ത മാലിക്കുണ്ട്. അപ്പോൾ ഓൻ്റെ ഷോറൂമിൽ നിന്നാണ് നമ്മൾ അവിടെ നിന്നാണ് അധികം ആ ഗ്യാരേജിൽ നിന്ന് ആദ്യം നമ്മൾ ഫിഫ കഴിഞ്ഞപാട് വണ്ടിക്ക് ഫുൾ പണിയെടുത്തത്. എപ്പോഴും ഞാൻ മാലിക്കിന് മെസ്സേജ് വയ്ക്കും ഈ തന്നെ എടുത്താൽ മതിയോ. അപ്പോൾ ഓൻ്റെ റിപ്ലൈ വരാൻ വെയിറ്റ് ചെയ്യണം. മാലിക്ക് ഇവിടെ നമ്മൾ ചൈനയിൽ നിന്ന് വണ്ടി സർവീസ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ഓയിൽ ചേഞ്ച് ആക്കുമ്പോൾ ഇവിടെ ലൂക്ക് ഓയിലാണ് ഉള്ളത്. അത് 0W ഗ്രേഡ് 30 ആണ്. ഇത് ഉപയോഗിക്കാൻ പറ്റുമോ? അങ്ങനെ നമ്മൾ ഓയിൽ ഫിൽറ്റർ ചേഞ്ച് ആക്കി, AC ഫിൽറ്റർ ചേഞ്ച് ആക്കി. ഇപ്പോൾ ഇതാ എയർ ഫിൽറ്ററും കൂടി ചേഞ്ച് ആക്കി കഴിഞ്ഞാൽ നമ്മളെ വണ്ടീനെ സർവീസ് ചെയ്യണം. അങ്ങനെ നമ്മൾ വണ്ടി പൊക്കി ആദ്യം ഉള്ള എണ്ണ ഫുള്ള് നമ്മൾ ഒഴിവാക്കി. ഏകദേശം ഭയങ്കരമായിട്ട് വറ്റിപ്പോയിനെ. നമുക്കൊന്ന് കഴിഞ്ഞ കുറേ മാസമായിട്ട് നമ്മൾ ഫുള്ളും റഷ്യയും മംഗോളിയും ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് സർവീസ് ചെയ്യാൻ സ്ഥലം കിട്ടിക്കില്ല. ചൈന തന്നെ ഏകദേശം 10 ദിവസം കൊണ്ട് 8000 കിലോമീറ്റർ നമ്മൾ ഓടിക്കഴിഞ്ഞ്. അപ്പോൾ 5W ഗ്രേഡ് 30 ആണ് ഞാൻ ഉപയോഗിക്കുന്ന ഓയിൽ. ഇങ്ങനത്തെ ഏകദേശം ഒരു 5-6 ലിറ്റർ നമുക്ക് ആവശ്യമുണ്ട്. ഇതൊന്നിന് നാട്ടിൽ 1200 റുപ്യാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫുള്ള് ഓയിൽ ഒഴിച്ചിട്ട് ഇനി നമുക്ക് ഈ ഒരു എയർ ഫിൽറ്ററും അതുപോലെ തന്നെ AC ഫിൽറ്ററും മാറ്റിക്കഴിഞ്ഞാൽ നമ്മളെ സർവീസ് കഴിഞ്ഞു. ഭയങ്കര ഈസിയാണ്. നിങ്ങളൊരു വേൾഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇന്ത്യക്ക് പുറത്ത് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ പാർട്സ് വണ്ടിയിൽ കീപ്പ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പെട്രോൾ എടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഫിൽറ്റേഴ്സ് മാത്രം ചേഞ്ച് ആക്കിയാൽ മതി. ഡീസൽ ആണെങ്കിൽ ഡീസൽ കിട്ടാനും പാടാണ്. ആഡ് ബ്ലൂൻ്റെ എല്ലാം പ്രശ്നം വരും. അപ്പോൾ നമ്മളെ ചൈനയിലെ വണ്ടിൻ്റെ സർവീസ് ഇവിടെ കഴിഞ്ഞു. ഓക്കെ, മതി കിട്ടിയ കഴിഞ്ഞു. ഓക്കെ ബ്രോ, you can start. This is my Mahindra car's oil filter. മൂപ്പർക്കൊന്നും മനസ്സിലായിട്ട് മൂപ്പരെ പടങ്ങ് പോയി. എനിക്ക് കുറച്ചെങ്കിലും ഇംഗ്ലീഷ് അറിയാം. അപ്പോൾ നമ്മൾ ഓയിൽ ഫിൽറ്റർ കൊടുത്തു. ഇനി ഇങ്ങനത്തെ 6 ലിറ്റർ വേണം. 5.5-6 വേണ്ടത്. ഇതിപ്പോൾ എന്തായാലും ടിബറ്റ് നേപ്പാൾ എത്തുമ്പോഴത്തേക്ക് ഇതും തീരും. അടുത്ത 8000 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു 6 ലിറ്ററാണ് ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളത്. ഫോണിത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇങ്ങനത്തെ 6 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 7000 റുപ്യൻ്റെ പൈസയായി. നമ്മളെ സർവീസ് ചെയ്ത 2 ആൾക്കാർ ഗുഡ് പാമിയോ